ഹലോ ഫ്രണ്ട്സ്, നാറ്റ്സ് ഇലക്ട്രിക്കൽ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഡിസ്ചാർജിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ പാർട്സ്, അതുപോലെ ഹൈഡ്രോമീറ്റർ, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് വീഡിയോസ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പ്ലീസ് ഡു ചെക്ക്. ഹിയർ ലെറ്റ് us ലേൺ അബൌട്ട് ഡിസ്ചാർജിംഗ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഫിസിക്കൽ ബോഡിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ യു ക്യാൻ സീ 6 സെല്ലുകളുണ്ട്. അപ്പോൾ ഓരോ സെല്ലിലും ഏകദേശം, അതായത് അപ്രോക്സിമേറ്റ്ലി 2 വോൾട്ടേജ് ഉണ്ടാവും, 2 വോൾട്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഇതൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണിത്. ഓക്കെ, മുകളിൽ യു ക്യാൻ സീ ഒരു പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്ന ഒരു ഹാർഡ് റബ്ബർ കേസാണ്. യു ക്യാൻ സീ ഫില്ലർ ക്യാപ്പ് ഹിയർ. ഇലക്ട്രിക്കൽ ലിങ്ക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ പ്ലേറ്റ് സപ്പോർട്ടേഴ്സും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡിസ്ചാർജിങ് എന്ന പ്രോസസ്സ് നോക്കാം. സോ ഒരു ബാറ്ററീനെ നമ്മൾ ഫുള്ളി ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ടെർമിനൽസിലേക്ക് ഒരു ലോഡ് കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു ബൾബൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ബാറ്ററിയുടെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ബാറ്ററിയിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, സോ ഹിയർ കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ബാറ്ററി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇതാണ്, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാണ് ആക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഫുള്ളി ചാർജ്ഡ് ബാറ്ററിയുടെ പാർട്സ് നോക്കാം. ഈ ചിത്രത്തിൽ ആദ്യം ശ്രദ്ധിക്കുക, പോസിറ്റീവ് പ്ലേറ്റ് കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവ് പ്ലേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലെഡ് പെറോക്സൈഡ്. ഓക്കെ, ലെഡ് പെറോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് PbO2. ഓക്കെ, ഈ PbO2ൻ്റെ, അതായത് ലെഡ് പെറോക്സൈഡിൻ്റെ കളറാണ് ഡാർക്ക് ബ്രൗൺ കളറ്. അതാണ് ഇവിടെ ചിത്രത്തിൽ പോസിറ്റീവ് പ്ലേറ്റ് ഡാർക്ക് ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്. നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോഞ്ചി ലെഡ് കൊണ്ടാണ്. സ്പോഞ്ചി ലെഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ മെറ്റാലിക് ലെഡ് തന്നെയാണ്. ഓക്കെ, ഒരു മെറ്റാലിക് ലെഡ് തന്നെ. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തായിരിക്കും? ലെഡിൻ്റെ കെമിക്കൽ സിമ്പൽ എന്ന് പറയുന്നത് Pb. ഓക്കെ, ദാറ്റ് ഈസ് ലെഡ് ഉള്ളി. അതിൻ്റെ കളറാണ് ഈ ഒരു ഗ്രേ കളർ. ഇതിനെ നമ്മൾ സ്ലേറ്റ് ഗ്രേ എന്ന് പറയും. ഓക്കെ, സോ പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡ് ആണ്, നെഗറ്റീവ് പ്ലേറ്റ് സ്പോഞ്ചി ലെഡ്, ദാറ്റ് ഈസ് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള മെറ്റാലിക് ലെഡ് ആണ്. ഇനി ചിത്രത്തിൽ കണ്ടാൽ അറിയാം, ഈ പോസിറ്റീവ് പ്ലേറ്റും ഈ നെഗറ്റീവ് പ്ലേറ്റും ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ ഇമേഴ്സ് ചെയ്ത്, അതായത് മുക്കിയാണ് വെച്ചിരിക്കുന്നത്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഇലക്ട്രോലൈറ്റിൻ്റെ, അതായത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് 1.280 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്, ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്. ഇത് രണ്ട് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ മുക്കി വെച്ചിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പാർട്സ്. സോ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ ഡിസ്ചാർജിങ്ങിൽ സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഡൈല്യൂട്ട് ആണ്, അപ്പോൾ ഇതിനകത്ത് വാട്ടറും അടങ്ങിയിട്ടുണ്ട്, അല്ലേ? അതുപോലെ ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ്. അപ്പോൾ ഇത് വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോൾ ആക്ച്വലി ഇത് 2 അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. സോ സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ അയോൺ ആയിരിക്കും സ്പ്ലിറ്റ് ആയിട്ട് മാറുന്നത്. സോ സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ്സ് ടു ഹൈഡ്രജൻ അയോൺ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് എന്താണ്? ഇതാണ് ഹൈഡ്രജൻ സൾഫേറ്റ് അയോൺ. ഓക്കെ, ഈ ഹൈഡ്രജൻ സൾഫേറ്റ് അയോൺ അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ അയോണിനെ എഗെയിൻ റിലീസ് ചെയ്യും. അതായത് ഹൈഡ്രജൻ അയോൺ എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ ഒരു പ്രോട്ടോണാണ്, അല്ലേ? അപ്പോൾ അത് റിലീസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ബാക്കി വരുന്നത് ഒരു സൾഫേറ്റ് അയോൺ ആയിരിക്കും. ഓക്കെ, സോ ആദ്യം
സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി, അവിടെ പിന്നെ മിച്ചം വന്നത് ഒരു ഹൈഡ്രജൻ സൾഫേറ്റ് ആണ്. ഈ ഹൈഡ്രജൻ സൾഫേറ്റിൽ നിന്ന് എഗെയിൻ ഒരു ഹൈഡ്രജൻ അയോൺ പോയി, പിന്നെ അവിടെ ബാക്കി വരുന്നത് ഒരു സൾഫേറ്റ് അയോൺ ആണ്. സോ ഈ മൊത്തം നടന്ന കാര്യങ്ങളെ നമ്മൾ ഓവറോൾ ആയിട്ട് ഇങ്ങനെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത്, അതായത് മൊത്തത്തിൽ സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2 ഹൈഡ്രജൻ അയോണും പിന്നെ ഒരു സൾഫേറ്റ് അയോണുമാണ് കിട്ടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കുക. സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്യുമ്പം 2 ഹൈഡ്രജൻ അയോണും ഒരു സൾഫേറ്റ് അയോണുമാണ് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പം ഹൈഡ്രജൻ അയോൺ ആണ്. ഹൈഡ്രജൻ അയോൺ എന്ന് പറയുമ്പോൾ എന്താണ്? അയോൺ എപ്പോഴും ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈഡ്രജന് ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ടായിരിക്കും. അതുപോലെ സൾഫേറ്റ് നോക്കിയേ, SO4 ആണല്ലേ, അതായത് ഇത് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് 2- എന്നുള്ളത്. അതായത് ഇവിടെ 2 ഇലക്ട്രോൺ കൂടുതലായിട്ടുമുണ്ട്. ഓക്കെ, ഈ പോയിന്റ്സ് ഇനി വരുന്ന കെമിക്കൽ ഇക്വേഷൻസ് പറയുമ്പോഴത്തേക്ക് അവിടെ ആപ്ലിക്കബിൾ ആകും, അതുകൊണ്ട് ഇത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇങ്ങനെ സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് വന്ന 2 ഹൈഡ്രജൻ അയോൺസും നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ് നീങ്ങി വരുന്നത്. പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തേക്കാണ് നീങ്ങി വരുന്നത്. അതാണ് ഇവിടെ യെല്ലോ കളർ ആരോ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ അയോൺ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നത് ഇങ്ങനെ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തേക്കാണ് നീങ്ങുന്നത്. അപ്പം നമുക്കറിയാം, ഈ പോസിറ്റീവ് പ്ലേറ്റിൽ ഓൾറെഡി പോസിറ്റീവ് പ്ലേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലെഡ് പെറോക്സൈഡ്, അല്ലേ? ഹൈഡ്രജൻ അയോൺ ആണ്, അതുകൊണ്ട് തന്നെ അതിന് ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്. ഈ കുറവുള്ള ഒരു ഇലക്ട്രോൺ ലെഡ് പെറോക്സൈഡിൽ നിന്ന് ഹൈഡ്രജൻ അയോൺ അക്സെപ്റ്റ് ചെയ്യും. നമുക്കറിയാം 2 ഹൈഡ്രജൻ അയോൺ ഉണ്ടായിരുന്നു സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ ഓരോ ഇലക്ട്രോൺസ് വീതം 2 ഹൈഡ്രജൻ അയോണും വാങ്ങും. അപ്പോൾ ഈ ഇലക്ട്രോൺ കിട്ടിയ ഹൈഡ്രജൻ അയോൺ ആറ്റമായിട്ട് മാറും. അങ്ങനെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. ഈ 2 ഹൈഡ്രജൻ ആറ്റം വീണ്ടും നമ്മുടെ ലെഡ് പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലെഡ് ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. ലെഡ് ഓക്സൈഡാണ് PbO, വാട്ടർ H2O. ഓക്കെ, ഈ ലെഡ് ഓക്സൈഡ് പിന്നീട് വീണ്ടും നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലെഡ് സൾഫേറ്റും അതുപോലെ വാട്ടറുമായിട്ട് മാറും. ഓക്കെ, വാട്ടർ ഇലക്ട്രോലൈറ്റിലേക്ക് അങ്ങ് ലയിച്ചു പോവും. ലെഡ് സൾഫേറ്റ് നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റിൽ, അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിൽ വന്നിങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കും. അങ്ങനെ പോസിറ്റീവ് ഇലക്ട്രോഡ് ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. ലെഡ് സൾഫേറ്റ് പോസിറ്റീവ് ഇലക്ട്രോഡിൽ വരും. ഇതാണ് ഈ പോസിറ്റീവ് പ്ലേറ്റിൽ നടക്കുന്ന റിയാക്ഷൻസ്. ഓക്കെ, സോ ലെഡ് പെറോക്സൈഡ് 2 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് റിയാക്ട് ചെയ്ത് ലെഡ് ഓക്സൈഡും വാട്ടറും, ആ ലെഡ് ഓക്സൈഡ് വീണ്ടും സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ലെഡ് സൾഫേറ്റും വാട്ടറുമായിട്ട് മാറും. അതിൻ്റെ മൊത്തത്തിലുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. PbO2 + 2H + H2O ഗീവ്സ് PbSO4 + 2H2O. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് പ്ലേറ്റിൽ എന്തുണ്ടായി? ലെഡ് സൾഫേറ്റ് ഉണ്ടായി. ആനോഡിൽ ലെഡ് സൾഫേറ്റ് ഉണ്ടായി. ഓക്കെ, അങ്ങനെ സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് വന്ന 2 ഹൈഡ്രജൻ അയോൺസും പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് നീങ്ങി എന്നുള്ളത് നമ്മൾ പഠിച്ചു. ബാക്കിയുള്ള ഒരു സൾഫേറ്റ് അയോൺ ഉണ്ട്. ഇത് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡിലേക്കാണ് നീങ്ങുന്നത്. അതാണ് ഇവിടെ യെല്ലോ ആരോ ഇട്ട് കാണിച്ചിട്ടുള്ളത്. SO4 കണ്ടോ, നെഗറ്റീവ് പ്ലേറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അവിടെ നെഗറ്റീവ് പ്ലേറ്റിൽ നമുക്കറിയാം സ്പോഞ്ചി ലെഡ്, അതായത് പ്യോർ മെറ്റാലിക് ആയിട്ടുള്ള ലെഡാണുള്ളത്. ഈ സൾഫേറ്റ് അയോണിന് എന്തുണ്ട് പ്രത്യേകത? 2- അല്ലേ? അപ്പം 2 ഇലക്ട്രോൺ അതിന് കൂടുതലായിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കൂടുതലായിട്ടുള്ള 2 ഇലക്ട്രോണും ഈ സൾഫേറ്റ് അയോൺ നമ്മുടെ പ്യോർ മെറ്റാലിക് ലെഡ്, ദാറ്റ് ഇസ് സ്പോഞ്ചി ലെഡിന് കൊടുക്കും. അപ്പോൾ ഈ സൾഫേറ്റ് അയോൺ സൾഫേറ്റ് റാഡിക്കലായിട്ട് മാറും. കാരണം അതിനൊരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്, ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ ആണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ലെഡുമായിട്ട്, സ്പോഞ്ചി ലെഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ലെഡ് സൾഫേറ്റ് അവിടെ ഉണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് നെഗറ്റീവ് പ്ലേറ്റിൽ ലെഡും സൾഫേറ്റും കൂടെ ചേർന്നിട്ട് ലെഡ് സൾഫേറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? നമുക്ക് ആദ്യം അറിയാം പോസിറ്റീവ് പ്ലേറ്റിലും PbSO4, ദാറ്റ് ഇസ് ലെഡ് സൾഫേറ്റ് ഉണ്ടായി. നെഗറ്റീവ് പ്ലേറ്റിലും ഇപ്പോൾ അവിടെയും ലെഡ് സൾഫേറ്റ് ഉണ്ടായി. ഓക്കെ,
അങ്ങനെ ഡിസ്ചാർജിങ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോണിലും നെഗറ്റീവ് ഇലക്ട്രോണിലും PbSO4 ദാറ്റ് ഇസ് ലെഡ് സൾഫേറ്റ് വരും. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. രണ്ട് സ്ഥലത്തും ലെഡ് സൾഫേറ്റ് ആണ് വരുന്നത് എന്നുള്ളത്. ഇങ്ങനെ രണ്ടിടത്തും ലെഡ് സൾഫേറ്റ് വന്നു എന്നുണ്ടെങ്കിലും ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഹൈഡ്രജൻ അയോൺ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെയാണ് അക്സെപ്റ്റ് ചെയ്തത് അല്ലേ. അതേസമയം സൾഫേറ്റ് അയോൺ എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഇലക്ട്രോൺസ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്തതിൽ ഒരു ഇംബാലൻസ് അവിടെ വന്നു. ഇത് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കും ഈ 2 ഇലക്ട്രോഡുകളിലുമായിട്ട്. അപ്പോൾ നമുക്കറിയാം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ സർക്യൂട്ടിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് എക്സ്റ്റേണലി നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ലോഡ്, അതിപ്പോൾ ഒരു ബൾബാണ് കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ബൾബ് അത് ഗ്ലോ ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലെഡ് സൾഫേറ്റിൻ്റെ ഈ ലെയറിൻ്റെ കട്ടി കൂടുന്തോറും സെല്ലിൻ്റെ വോൾട്ടേജ് കുറയുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിൽ നമുക്കറിയാം വെള്ളം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞു വരും. ഓക്കെ, ഇപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, അതായത് ലോഡൊന്നും കണക്ട് ചെയ്യാത്തപ്പോഴുള്ള വോൾട്ടേജ് ഒരു 1.8 വോൾട്ട് ആകുന്ന വരെയും, അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.180 ആകുന്നത് വരെയും ഈ ഡിസ്ചാർജിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇനി ഒരു പരിധിക്കപ്പുറം സെല്ല് വീണ്ടും ഡിസ്ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെഡ് സൾഫേറ്റിൻ്റെ ലെയർ വളരെ ഇങ്ങനെ കട്ടി കൂടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും പഴയതുപോലെ ഈ സ്പോഞ്ചി ലെഡ് ആക്കാനും അതുപോലെ ലെഡ് പെറോക്സൈഡ് ആക്കി മാറ്റാനും ഒന്നും സാധിക്കാതെ വരികയും ചെയ്യും. ഓക്കെ, സോ ഡിസ്ചാർജിങ് സംഭവിക്കുമ്പോൾ ഉള്ള മാറ്റങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്നതാണ്. അതായത് ഫസ്റ്റ് വരുന്നത് ആനോഡും കാഥോഡിലും ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. അപ്പം ഇതിന് ഈ ലെഡ് സൾഫേറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു വൈറ്റിഷ് കളറാണ്, ഒരു വെള്ള പോലത്തെ കളറാണ്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു പോസിറ്റീവ് പ്ലേറ്റിന് ഡാർക്ക് ബ്രൗണും പിന്നെ നെഗറ്റീവ് പ്ലേറ്റിന് ഒരു സ്ലേറ്റ് ഗ്രേ കളറുമാണെന്ന്. അതെല്ലാം മാറിയിട്ട് ഒരു വൈറ്റിഷ് ടോണിലേക്ക് കളർ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ ഈ ഒരു പ്രോസസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.280 നിന്ന് 1.180 ഡ്രോപ്പ് ചെയ്യും, അതായത് താഴെ. ഇനി സെല്ലിൻ്റെ വോൾട്ടേജും അതുപോലെ തന്നെ കുറയുന്നുണ്ട്, പിന്നെ സെല്ല് എനർജി പുറത്തോട്ട് റിലീസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇത്രയുമാണ് നമ്മൾ ഡിസ്ചാർജിങ്ങിനെ പറ്റി പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാത്സ് ഇലക്ട്രിക്കൽ അക്കാഡമി.